ഫ്രണ്ട്സ്, ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു മത്തൻ കറിയാണ്. മത്തൻ കറി എന്ന് പറഞ്ഞാൽ ഒരു ഒഴിച്ച് കറിയായിട്ട് മോരോ പരിപ്പോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് മത്തൻ മാത്രമേ വീട്ടിലുള്ളെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മത്തൻ കറിയാണ്. നമ്മൾ അതിന് വേണ്ടി ഒരു ഹാഫ് പീസ് മത്തനാണ് യൂസ് ചെയ്തത്. അത് നല്ലോണം വൃത്തിയായിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് ഒന്ന് അതിൽ ചതച്ചെടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി എരിവ് വേണ്ടവർക്ക് ഇനിയും കൂടുതൽ പച്ചമുളക് യൂസ് ചെയ്യാം. നമ്മൾ ഇനി മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, ഈ പച്ചമുളക് മാത്രമേ ഉണ്ടാവൂ, അതിൻ്റെ എരിവാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് കഴുകി നല്ലോണം ഒരു ചട്ടിയിലാണ് ഇടുന്നത്. ഇനി കുക്കറിലാണ് വെക്കുന്നത് വെച്ചാൽ ഒരു വിസിലടിയുമ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും. നമ്മളിവിടെ ചട്ടിയിലാണ് ചെയ്യുന്നത്. ഇതിലേക്ക് മത്തനും മുളകും ചെറിയുള്ളിയും ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടത് നമ്മളിവിടെ അടുപ്പിലാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നത് വെച്ചാൽ ഒരു മീഡിയമിൽ വെച്ചിട്ട് കുറച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. ഈവൻ നമ്മൾ കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ വന്നാൽ മതി, വെന്ത് കിട്ടും. അത് വേവുന്ന സമയം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് ഒന്ന് ചിരകി വെക്കുക. അതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി എടുക്കുന്നുണ്ട്. അതിൻ്റെ പുറം വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ചെറിയ ജീരകം കൂടി ആഡ് ചെയ്യാം. നമുക്കതിൻ്റെ ഫ്ലേവർ ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് അത് നല്ലപോലെ അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇത് നന്നായി വെന്ത് വരുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്താൽ നമുക്ക് കട്ടി കിട്ടും. ഇനി മൊത്തമായിട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല, ഇനി ലൂസായിട്ട് മതിയെങ്കിൽ അത് തീരെ ഉടയ്ക്കുകയും വേണ്ട. എന്നിട്ട് നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് വേഗം തന്നെ നമ്മൾ മാറ്റി വയ്ക്കുക. ഒരുപാട് വെന്ന് ഇതാവാൻ പാടില്ല. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ അത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കുക വേണ്ടത്. അതിന് നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇവിടെ കടുക് പൊടിക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് കുറച്ച് കറിവേപ്പില എടുത്തിടുന്നുണ്ട്. ഇനി ചുവന്ന മുളക് വേണമെങ്കിൽ അതിടാം. അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു വറവുണ്ടാക്കാം. എന്നിട്ട് ആ വറവ് കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ നല്ലൊരു കറി റെഡിയാവും. അപ്പോൾ താങ്ക് യു.